ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു ടൈപ്പ് ലിപ്സ്റ്റിക്കാണ്. സോ അത് വന്നിട്ട് ഞാൻ ഈ ബ്രാൻഡ് ഇത് ഫസ്റ്റ് ടൈമാണ് ഈ ബ്രാൻഡ് യൂസ് ചെയ്യുന്നത്. അതിന് മുമ്പ് ഒത്തിരി ബ്രാൻഡ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇത് യൂസ് ചെയ്തിട്ടില്ല, ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു ന്യൂഡ് കളറാണ് കൂടുതൽ ട്രെൻഡിങ്. അത് കഴിഞ്ഞ് ഒരു ന്യൂഡ് കളറ് എല്ലാവരും ഇഷ്ടപ്പെടുന്നവർ മേടിക്കുന്നുണ്ടാവും. എന്നാലും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കൂടുതലും പിന്നെ ഒരാളത് ചൂസ് ചെയ്തു, സെക്കൻഡ് കളറ് അത് ട്രെൻഡിങ് ആയി. അപ്പോൾ അതാണ് കൂടുതലും എല്ലാവർക്കും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു പ്രൊഡക്റ്റാണ്. സോ നമുക്കൊരു മേക്കപ്പ് ചെയ്തില്ല, നമ്മളിപ്പോൾ ഡെയിലി യൂസിന് വേണ്ടി ആണ്, എന്താ പറയുക, ഇപ്പോൾ ഡെയിലി യൂസിന് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ ഐബ്രോസ് മാത്രം ചെയ്ത് ലിപ്സ്റ്റിക്ക് ഇടുന്ന ആൾക്കാണെങ്കിൽ എന്തായാലും ഇത് ഇഷ്ടപ്പെടും, ഡെയിലി യൂസിന് പറ്റും. പിന്നെ ഇത് ബുള്ളറ്റ് ടൈപ്പാണ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ കൂടുതലും ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൂടുതലും അതാണ് മേടിക്കാറുള്ളത്. പക്ഷേ എനിക്ക് തോന്നി ഇപ്പോൾ നമ്മളൊരു ഫങ്ഷനൊക്കെ പോയി കഴിഞ്ഞാലും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലിക്വിഡ് ലിപ്സ്റ്റിക് ആകുമ്പോൾ അത് എക്സ്പെൻസീവ് അല്ലാത്ത ലിക്വിഡ് ലിപ്സ്റ്റിക് അത് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ തരിതരിപ്പ് പോലെ വരും. ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ വാഷ് ഔട്ട് ആവുകയും തരിതരിപ്പാവുകയും ചെയ്യും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിപ്പോൾ അതിന് പകരം ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണെങ്കിൽ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് നമുക്ക് അപ്ലൈ അപ്പോൾ അത് വാഷ് ഔട്ട് ആയാലും അപ്ലൈ ചെയ്യാം. ഇത് വാഷ് ഔട്ട് ആവുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വാഷ് ഔട്ട് ആവുന്നുണ്ട്. എന്നാലും ഇതിട്ട് കൊടുത്താൽ കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് നിൽക്കും. അപ്പോൾ ഇത് വന്നിട്ട് ഇതിൻ്റെ ഷെയ്ഡ് ഇത് പേര് സ്വിസ് ബ്യൂട്ടി, ഇതാണ് ഇതിൻ്റെ പാക്കേജ്. പിന്നെ അതുപോലെ തന്നെ 23 മർഫി ബ്രൗൺ എന്നാണ് ഇതിൻ്റെ ഈ ഷെയ്ഡിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയാമോ, ഇത് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ ഇത് കുറച്ച് കാന്തം അതുപോലെ കടുപ്പിച്ചിരിക്കുന്നുണ്ട്, ചിപ്പ് പോലെ. അതിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ അത് അതിൻ്റെയാണ്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. സോ നിങ്ങൾക്ക് ലിപ് ബാം ഇടുക. ലിപ് ബാം എക്സസ് ആണെങ്കിൽ ജസ്റ്റ് തുടച്ച് മാറ്റുക. എന്നാലും ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഇടുകയുള്ളൂ. അത് നിങ്ങൾക്ക് നല്ലതാണ്. അതാണ് ഏറ്റവും ബെറ്റർ. കൂടുതലും നമ്മുടെ ലിപ്പിന് കെയർ ചെയ്യാം. അതുപോലെ ഇതാണ് നമ്മുടെ കളർ വന്നിട്ട് കണ്ടോ, എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നതാണ്. സോ ഇതിപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ജസ്റ്റ് കണ്ടല്ലോ, എല്ലാ സ്കിൻ ടൈപ്പിനും ഇപ്പോൾ നിങ്ങൾ ഫെയറി ആണെങ്കിലും ഡസ്കി ആണെങ്കിലും മീഡിയം സ്കിൻ ടോൺ ആണെങ്കിലും സോ അടിപൊളിയായിട്ട് സ്യൂട്ട് ആവുന്ന ഒരു ഇതാണ്. അപ്പോൾ അതേപോലെ ഇതൊരു ബ്രൗണുമാണ്, റെഡിഷ് ബ്രൗൺ വൈനും ഒരു കുങ്കുമ ആ ഒരു കളറില്ലേ, അതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇത് മേടിച്ച് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് പറ്റുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പെർഫെക്റ്റ് ആയി. അപ്പോൾ എല്ലാ സ്കിൻ ടോണർക്കും അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാനിതൊന്ന് ഇട്ട് കാണിക്കാം കേട്ടോ. കണ്ടോ, എന്നാൽ കുറേ ഓവറും അല്ല, എന്നാലും അടിപൊളിയാണ്. പിന്നെ നമുക്കൊരു ജസ്റ്റ് ലൈറ്റപ്പ് പോലെ മുഖത്ത് വരും. ഇത് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നുകൂടെ സെക്കൻഡ് സ്വൈപ്പും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ഡാർക്കിൽ നിൽക്കും. ഇതിപ്പോൾ ഫസ്റ്റ് ഒരു ഷെയ്ഡാണ്, നോർമൽ ഒരു കോട്ടാണ് അടിച്ചിട്ടുള്ളത്. ഇനി ഇതൊരു സെക്കൻഡ് കോട്ട് കൂടെ അടിക്കുമ്പോൾ കുറച്ചുകൂടെ ആ ലിപ് ബാമിന് ഞാനത് എക്സസ് കളഞ്ഞില്ലായിരുന്നു. അതിൻ്റെ ആ ഒരു ഗ്ലോ പോലുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതെനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. അതാണ്. അപ്പോൾ നിങ്ങളുടെ എൻ്റെ പോലത്തെ സ്കിൻ ടോണാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിയാണ്, നിങ്ങളൊരു ഫെയറിയാണ്, എല്ലാവർക്കും ഇത് സ്യൂട്ടബിളാണ്, അടിപൊളിയാണ്. സോ ഡെയിലി യൂസിനൊക്കെ പറ്റിയൊരു കിടുക്കാച്ച സാധനമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ എന്താ, നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ വാഷിട്ടോ വന്നിട്ട് ഞാൻ ഒന്നുകൂടെ അപ്ലൈ ചെയ്യും. അതിനുശേഷം ഒന്നുകൂടെ അപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യാത്ത സമയത്താണെങ്കിൽ ഇപ്പോൾ ഓഫീസിലൊക്കെ ആണെങ്കിൽ ഇറങ്ങാൻ നേരത്ത് കുറച്ചുകൂടെ അപ്ലൈ ചെയ്യും. കുറച്ചുകൂടെ ഒരു ഇതും കുറച്ചുകൂടെ മേക്കപ്പും കൂടെ ആഡ് ചെയ്താണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഭംഗി തോന്നിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സംഗതി. കണ്ടോ, കളർ കണ്ടില്ലേ? ഇനി ഈ ഒരു വെട്ടത്തിലാണെന്നറിയില്ല, ഇനി മറ്റുള്ളവർക്ക് ഏത് കളറാണെന്നറിയില്ല കാണുന്നു.
ഇതാണ് ശരിക്കും അതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ. സോ ഇത് ഡെയിലി വെയറും പറ്റും, അത്ര ഓവറും അല്ല, നല്ല സിമ്പിളാണ്, എല്ലാ സ്കിൻ ടോൺ ചേരും, അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ.